ഇവർ 3 പേരും ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ചോറ് കഴിഞ്ഞ് കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവരുടെ ഒരു കളിയുടെ സമയമാണ്. ആ സമയത്ത് ഞാൻ ഇവർ അകത്തൊക്കെ കയറി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പുറത്തേക്ക് എൻ്റെ കയ്യിലൊരു ഫുഡിൻ്റെ പാക്കറ്റ് ഉണ്ട്. അത് ക്യാറ്റ് ഫുഡാണ്. ഒരു ക്യാറ്റിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവർക്ക് കൊടുക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അത് ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ട്. അത് നോക്കിയിട്ട് ഇരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ അച്ചടക്കമുള്ളവരായിരിക്കും. പ്രത്യേകിച്ച് 2 പേര്. അവർക്ക് 2 പേർക്കും ഭക്ഷണമാണ് ഏറ്റവും ഭക്ഷണപ്രിയരാണ് അവർ. അപ്പോൾ ആ 2 പേരും ഭയങ്കര അച്ചടക്കത്തിൽ നിൽക്കണുണ്ട് പാല് കെട്ടിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കൊല വിളിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര അച്ചടക്കമാണ്. ഇവൾക്ക് പിന്നെ എന്തോ ഇപ്പോൾ വിശപ്പുണ്ട്. കാരണം രാവിലെ കൊടുത്ത ഭക്ഷണമൊന്നും അവൾ കഴിച്ചിട്ടില്ല. അപ്പോൾ അവൾക്ക് നല്ല വിശപ്പുണ്ട്. അവൾ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശക്കുന്നുണ്ടെങ്കിൽ അവൾ നോക്കും. എന്നാലും തിന്നാൻ പിന്നാക്ക കണ്ടില്ലേ, തിന്നാതെ നിൽക്കണം കണ്ടില്ലേ. അവൾക്ക് വേണമെന്നുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടി ഇട്ട് കൊടുക്കുമ്പോഴേക്കും മറ്റാൾക്കാർ വന്നിട്ട് തിന്നാണ്. അപ്പോൾ അവൾ പിന്നെ എൻ്റെ അടുത്തേക്ക് വരികയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്കത് കൊടുത്തു. പിന്നെയും വന്നു അവർ തടസ്സപ്പെടുത്താനായിട്ട്. അവർക്ക് ഭയങ്കര ആക്രാന്ത പണ്ടാരങ്ങളെന്ന് പറയുന്ന പോലത്തെ സ്വഭാവമാണ്. ഭയങ്കര ആക്രാന്തമാണ്. എന്ത് കിട്ടിയാലും കഴിക്കും. പച്ചക്കറി ആയാലും നമ്മൾ അവശിഷ്ടങ്ങൾ പച്ചക്കറി പുറത്തെടുത്ത് അതും വന്നിട്ട് കഴിക്കും. ചളിക്കുണ്ടിൽ നിന്ന് ചളിയും കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഡെയ്സി എന്ന് പറഞ്ഞോളും. പിന്നെ കൂടെ മറ്റാളും ഉണ്ട് എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇവളിങ്ങനെ തപ്പി നടക്കുകയാണ് അത് കിട്ടുമോ നോക്കാനായിട്ട്. അങ്ങനെ അവൾ തിന്നുമ്പോഴേക്ക് മറ്റുള്ളവർ വന്ന് തിന്നുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് അവൾക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവൾ എൻ്റെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കുന്നുണ്ട്. അവൾക്കിങ്ങനെ വിശപ്പ് വരുമ്പോഴാണ് അവൾ മുഖത്തേക്ക് നോക്കുക. അല്ലെങ്കിൽ അവൾ മൈൻഡ് പോലും ചെയ്യില്ല. എന്തെങ്കിലും കൊടുത്താൽ അവൾ മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെയാണ് അവളുടെ സ്വഭാവം. അതപ്പോൾ വിശപ്പുണ്ട്, അതുകൊണ്ടാണ് നാവൊക്കെ നുണഞ്ഞിട്ട് വരുന്നത്. എന്തായാലും ഞാൻ അവൾക്ക് കുറച്ചധികം കൊടുത്തു കഴിഞ്ഞ ശേഷം മറ്റുള്ളവർ വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്കൊരു സ്വഭാവമുണ്ട്. മറ്റുള്ളവർ അവളുടെ ഫുഡ് തൊടുന്നത് അവൾക്ക് ഇഷ്ടമില്ല. ഇതിപ്പോൾ ഇനി മറ്റവൻ വന്നപ്പോൾ അവളൊരു മുരളിച്ച മുരണ്ടു. കാരണം അവരെ പേടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവൾ ഭയങ്കരയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നല്ല കഴിവുള്ളൊരു നായക്കുട്ടിയാണ്. മറ്റുള്ളവരെയൊക്കെ പേടിപ്പിച്ച് നിർത്തും. അവളുടെ ഭക്ഷണം അവൾക്ക് വേണ്ടെങ്കിലും തൊടാൻ അവരെ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഡെയ്സി അമ്മേനെയൊക്കെ അവൾ പേടിപ്പിച്ച് നിർത്തും. ഡെയ്സി അമ്മ പിന്നെ ആരും ഉപദ്രവിക്കില്ല. ഭക്ഷണം വേണമെന്നുള്ള കുഴപ്പം മാത്രമേ അവൾക്കുള്ളൂ.